Okay. So, let us first study about what is concrete mix design. So, നിങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സിലായാലും you have already heard concrete mix design എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. So, what is this concrete mix design actually? So, concrete, as we all already discussed, നമുക്ക് concrete എന്ന് പറഞ്ഞാൽ concrete is actually produced by mixing cement, fine aggregate, coarse aggregate and water അല്ലേ? സോ കോൺക്രീറ്റ് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. സോ ബട്ട് നമുക്കറിയാം നമ്മൾ ലാബിലായാലും നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത്തിന് ഒരു ക്യൂബ് ഉണ്ടാക്കുമ്പോൾ വി നോ നമ്മൾ റഫ്ലി വി കാൺഡ് ആഡ് ലിറ്റിൽ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ്, ലിറ്റിൽ ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, പിന്നെ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് കോൺക്രീറ്റ് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ വാട്ട് ഇസ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ഇസ് ആക്ച്വലി it is defined as a process wherein you select the suitable ingredients of concrete. നിങ്ങൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് suitable ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് ഒരു സെലക്ഷൻ ആൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും പ്രൊപ്പോർഷൻസ് മീൻസ് എത്ര ക്വാണ്ടിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ സിമെന്റ് ആണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി സിമെന്റ് ആഡ് ചെയ്യണം, പിന്നെ വെൻ കമ്മിങ് ടു ഫൈൻ അഗ്രിഗേറ്റ് എത്ര ക്വാണ്ടിറ്റി ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഈവൻ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ആഡഡ് വിൽ ബി കാൽക്കുലേറ്റഡ് ഹിയർ. സോ ഫസ്റ്റ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. സോ എന്നിട്ട് ഈ ക്വാണ്ടിറ്റി റിലേറ്റീവ് പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈനിൽ ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ പ്രൊപ്പോർഷൻ വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് വെൻ ദ ക്ലയന്റ് കംസ് ടു യു, ക്ലയന്റ് നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് തരുവാണ്. എനിക്ക് ഇത്ര സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. So നമ്മൾ ഒരു engineer when he design, so main objective apart from the strength, minimum strength എത്രയാണോ അത്ര strength achieve ചെയ്യണം, അതേപോലെ it should be durable and along with that it should be economical. So ഈ മൂന്ന് main objective you have to keep it in your mind and then you have to select the ingredients and find the relative proportion. So to define concrete mix design is an art or a process where you select the suitable ingredients of concrete. So concrete in the suitable ആയിട്ടുള്ള ingredients നമ്മൾ previous module ആണെങ്കിലും കോൺക്രീറ്റിന്റെ മെറ്റീരിയൽസിനെ കുറിച്ച് സെപ്പറേറ്റ് പറയുമ്പോൾ നമ്മൾ കുറെ ബേസിക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു ആൻഡ് കുറച്ച് എക്സ്പെരിമെന്റ്സ് പഠിച്ചു. സോ നമ്മൾ ലാബിൽ ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ബേസിക് തിങ് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മെറ്റീരിയൽസ് ഫസ്റ്റ് കളക്ട് ചെയ്യണം. ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മെറ്റീരിയൽസിനൊക്കെ ഒരു ക്വാളിറ്റി കൺട്രോളിങ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ എന്ന് പറയുന്ന ആ കാൽക്കുലേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്വാളിറ്റി കൺട്രോളിങ് ഐ മീൻ നമ്മളിപ്പോ സിമെന്റ് നിങ്ങൾ ഫസ്റ്റ് മെറ്റീരിയൽ ആക്ച്വലി സിമെന്റ്. സോ സിമെന്റ് എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ്, നമുക്കറിയാം സിമെന്റിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കണ്ടക്ട് ദ ഫൈനസ് ടെസ്റ്റ്. ഫൈനസ് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ദ വാല്യൂസ് വേണം, സ്പെസിഫിക് ഗ്രാവിറ്റി വേണം. സോ ഈ മൂന്ന് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. സോ ക്വാളിറ്റി നമുക്ക് ഓൾറെഡി നോൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റീസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് വാല്യൂസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ then you can choose the material. അങ്ങനെ each material should be tested, അതിന്റെ quality should be tested and then it should be selected and then the proportion of each material should be calculated. എന്നിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടൊരു particular concrete mix നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് യു ആക്ച്വലി ഡീൽ ഇൻ ദ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ. ഇതാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈനിൽ ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദേ ആസ്ക് യു അബൌട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് നമുക്ക് വേണ്ട സ്ട്രെങ്ത്തും വേണ്ട ഡ്യൂറബിലിറ്റിയിലും ഉള്ള ഒരു കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ ആസ് വെൽ. ഓക്കെ, സോ ഇത്രയാണ് കോൺക്രീറ്റ് മിക്സ് ഡിസൈനിന്റെ ഡെഫിനിഷനിൽ തന്നെ ഒബ്ജക്റ്റീവ് ഇസ് ക്ലിയർ ദാറ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ, ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം സ്ട്രെങ്ത്. ഹാർഡൻ കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം സ്ട്രെങ്ത്
it should be economical. So the same thing is explained here. Apart from this, നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കോൺക്രീറ്റ് ഷുഡ് ബി വർക്കബിൾ. ഈവൻ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ലൈക്ക് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ഒക്കെ ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ the proportion should be in such a way that നമ്മൾ ലൈക്ക് ഈ പ്രൊപ്പോർഷനിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ the concrete mix should be workable, and workability is nothing but the ease with which you can handle the concrete. So ഈ proportional materials ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺക്രീറ്റിന് ലൈക്ക് വേണ്ട സ്ട്രെങ്ത് അത് ഹാർഡൻ ആയി കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടണം, ഡ്യൂറബിലിറ്റി കിട്ടണം, ദാറ്റ് ഇസ് ഡിഫറെന്റ്. ബട്ട് അതിന്റെ ഫ്രഷ് സ്റ്റേറ്റിൽ തന്നെ ഇറ്റ് ഷുഡ് ബി ക്വൈറ്റ് ഡ്യൂറബിൾ ആയിരിക്കണം. സോ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മിക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട്. സോ ഐ ഹോപ്പ് യു റിമെമ്പർ ദ ഡെഫിനിഷൻ. ഈ കോൺക്രീറ്റ് മിക്സ് ഡിസൈനിന്റെ ഡെഫിനിഷൻ ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഓർമ്മിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. Okay, so concrete mix design, to define, it is a process where you select the ingredients of concrete. Ingredients of concrete namna cement, fine aggregate, coarse aggregate and water. And it's select ചെയ്ത് കഴിഞ്ഞാൽ then you will find out or determine the proportion of each of these ingredients so that you get a concrete of minimum strength, durability and as economical as possible. So itriyana about the definition and objectives. Any like the basic considerations which you have to keep in mind while designing a concrete or a concrete mix undakumbol nammal usually like the things which you have to keep in your mind other objectives thaniyana. First of all, the cost, it should be economical. Second one, specification or the grade, strength or workability, everything comes under the specification. So പിന്നെ നമുക്ക് workability വേണം. നമ്മൾ ഫ്രഷ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വർക്കബിൾ. പിന്നെ നമുക്ക് അത് ഹാർഡൻ സ്റ്റേറ്റിലായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി കിട്ടണം. സോ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ചെയ്തിട്ട് ലൈക്ക് നമ്മൾ ഒരു ലൈക്ക് കോൺക്രീറ്റ് മിക്സിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് we finally decide, okay, നമ്മൾ ഉണ്ടാക്കിയ മിക്സ് നമ്മൾ വേണ്ട സ്ട്രെങ്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ലൈക്ക് വി ക്യാൻ യൂസ് ഇറ്റ്. ലൈക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു വാട്ട് ഇസ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. സോ നമ്മൾ പ്രീവിയസ് ലൈക്ക് മോഡ്യൂളിൽ പറഞ്ഞു ലൈക്ക് ഗ്രേഡ് വി സ്പോക്ക് അബൌട്ട് ദ ഗ്രേഡ് ഓഫ് സിമെന്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സോ നമുക്ക് ബേസിക്കലി സിമെന്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി കേസസിൽ യൂസ് ചെയ്യുന്നത്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഗ്രേഡ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആർ 33, 43 and 53. അങ്ങനെ 3 ഡിഫറെന്റ് ഗ്രേഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ 33, 43 and 53 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ സിമെന്റ് മോട്ടാർ ക്യൂബ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ക്യൂബ്സ് ഉണ്ടാക്കി കോമ്പാക്ട് 25 ലേയേഴ്സ് ഈച്ച് വെച്ചിട്ട് കോമ്പാക്ട് ചെയ്തു, നമ്മൾ ക്യൂബ്സ് മൗണ്ടിൽ പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് 24 hours കഴിഞ്ഞിട്ട് നമ്മളത് ക്യൂറിങ്ങിന് വെച്ചു. ക്യൂറിങ്ങിന് വെച്ച് കഴിഞ്ഞ് like 7, 14 and 28 days or actually 28 days കഴിഞ്ഞിട്ട് നമുക്ക് കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 33, 43 or 53 ന്യൂട്ടൺ പെർ mm² സ്ട്രെങ്ത് കിട്ടണം. സോ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ 33 ന്യൂട്ടൺ പെർ mm² ആണെങ്കിൽ we call it as a grade 33 cement. So അതേപോലെ തന്നെ when you come to the concrete, നമ്മൾ കോൺക്രീറ്റിൽ നമ്മുടെ പ്രീവിയസ് പ്രോബ്ലംസിലായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, we will be talking about the grade of concrete like M15, M20, M25 അങ്ങനെ ഡിഫറെന്റ് ഗ്രേഡ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ഈ ഗ്രേഡ്സിൽ M stands for the mix and 20 is nothing but ഇപ്പോൾ ഞാനിവിടെ M20 ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ഇപ്പൊ നിങ്ങൾ M20 എന്ന് പറഞ്ഞാൽ M stands for the mix and 20 stands for the compressive strength. ഈ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 150/150 ഉള്ള ക്യൂബ്സ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 150/150 ആണ്. ബീം ആണെങ്കിൽ 150/150 അഗെയിൻ. സോ ക്രോസ് സെക്ഷൻ. സോ 150/150 ഉള്ള ഒരു ക്യൂബിൽ നമ്മൾ ഈ കോൺക്രീറ്റ് മിക്സ് ലൈക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻ ചെയ്തു, എന്നിട്ട് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് കണ്ടുപിടിച്ചു, എന്നിട്ട് ഈ ക്യൂബിൽ നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ക്യൂറിങ് കഴിഞ്ഞ് 28 days സ്ട്രെങ്ത് കണ്ടുപിടിക്കുമ്പോൾ 28 days കഴിഞ്ഞിട്ട് UTM വെച്ച് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് 20 ന്യൂട്ടൺ പെർ mm² കിട്ടുന്നുണ്ടെങ്കിൽ we call it as M20 grade.
ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ M20, M15 ഓർ M25 എന്നുള്ള ഗ്രേഡ് പറയുന്നത്. സോ മിക്സ് ഡിസൈനിൽ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആക്ച്വലി പറയുന്നത് ദി യൂഷ്വലി ടെൽ യു എനിക്ക് 20 Newton/mm² സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് വേണം എന്ന് പറയും. സോ അക്കോർഡിംഗ് ടു ദ ഗ്രേഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൊപ്പോർഷൻ. അതാണ് നമ്മൾ മിക്സ് ഡിസൈനിൽ ആക്ച്വലി ചെയ്യുന്നത്. സോ നമുക്കൊരു ഗ്രേഡ് വിൽ ബി ഗിവൺ. ആ ഗിവൺ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കുകയാണ് മിക്സ് ഡിസൈനിൽ ചെയ്യുന്നത്. സോ യൂഷ്വലി പ്ലെയിൻ കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ മിനിമം ഗ്രേഡ് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് 50 Newton/mm² ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് റീഇൻഫോഴ്സ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ മിനിമം ഓഫ് 20 Newton/mm² is usually used in the site. So that is about the grade of concrete. Okay. So ഗ്രേഡിൽ തന്നെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിൽ നമ്മൾ ലൈക്ക് ഐ ഹവ് ജസ്റ്റ് ഗിവൺ ദ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രേഡ്സ് ആണ് തന്നിട്ടുള്ളത്. സോ നോർമൽ നമ്മുടെ സൈറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ എത്ര ലോഡ് വരും, ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ഓൾ ദോസ് കണ്ടീഷൻ നമ്മൾ ഗ്രേഡ് ചൂസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഹൈ സ്ട്രെങ്ത് വേണ്ട കണ്ടീഷൻസ് ആണെങ്കിൽ M60 ലൈക്ക് ആൻഡ് എബവ് ഗ്രേഡ് ഉള്ള കോൺക്രീറ്റ് ആയിരിക്കും നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക. വേറെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആണ് ബിൽഡിംഗ്സ് അല്ല. ഇൻ ദ കേസ് ഓഫ് റോഡ്സ് ഓഫ് പേയ്മെന്റ് അങ്ങനത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ യു കെൻ ഗോ ഫ്രം M40 ആൻഡ് ഹയർ. അതേപോലെ ഈവൻ ബിൽഡിംഗ്സ് ആണെങ്കിലും വി കെൻ ഗോ അപ് ടു M25, M30 റിക്വയർഡ്. ആ ഒരു ബിൽഡിംഗിന്റെ ലൈക്ക് പ്രോബബിൾ ആയിട്ട് അതിൽ വരാൻ ചാൻസ് ഉള്ള ലോഡ്, like estimated load, പിന്നെ other conditions will be all the factors based on which you choose the grade. Okay, so അങ്ങനെ ഓരോ ഗ്രേഡിനും ലൈക്ക് 28 days കഴിഞ്ഞിട്ട് 150 mm by 150 mm ഉള്ള ക്യൂബിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 28 days കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂസ് ആണ് 10, 15, 20 and whatever value it is. So ഇതാണ് ഗ്രേഡ് M10. So from now എന്താണ് ഗ്രേഡ് M10, M20, M25 എന്ന് ചോദിക്കുമ്പോൾ നെവർ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ദിസ് ഇസ് സംതിങ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇനി നമ്മൾ മിക്സ് ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് മിക്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് നോമിനൽ മിക്സ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡിസൈൻ മിക്സ് കോൺക്രീറ്റ്. ബിഫോർ ദാറ്റ് എല്ലാവർക്കും സൂം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Okay. So like nominal mixed concrete and design mixed concrete അങ്ങനെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ് അവൈലബിൾ ആണ്. സോ അതിൽ ഡിസൈൻ മിക്സ് ആണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. സോ ഡിസൈൻ മിക്സിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഗ്രേഡ് വിൽ ബി ഗിവൺ ടു യു. ആ പെർട്ടിക്കുലർ ഗ്രേഡിന് വേണ്ട പ്രൊപ്പോർഷൻ നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാണ്. സോ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞതുപോലെ ദ ക്ലയന്റ് വിൽ കം ടു യു, എനിക്ക് M20 അല്ലെങ്കിൽ M25 ഗ്രേഡുള്ള ഗ്രേഡുള്ള കോൺക്രീറ്റ് വേണമെന്ന് അവരൊരു റിക്വയർമെന്റ് പറഞ്ഞാൽ ആ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ ലൈക്ക് ഇൻഗ്രീഡിയൻസിന് കാൽക്കുലേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കോൺക്രീറ്റ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഓക്കെ, wherein in the case of nominal mixed concrete it is widely used now in the construction. So here ഇവിടെ നമ്മൾ പ്രൊപ്പോർഷൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മീൻസ് നമ്മൾ മെറ്റീരിയൽസിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് യു ഗെറ്റ് എ പെർട്ടിക്കുലർ സ്ട്രെങ്ത് കിട്ടും എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ പ്രൊപ്പോർഷൻസ് ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ പെർട്ടിക്കുലർ ഗ്രേഡിനുള്ള മെറ്റീരിയൽസ് ഓർ മിക്സ് പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോമിനൽ മിക്സ് ആകുമ്പോൾ നമ്മൾ പ്രൊപ്പോർഷൻസ് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡിസൈൻ മിക്സ് നമ്മൾ ഗ്രേഡ് മാത്രം തന്നിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കണം. So that is the difference between the nominal mix and in the case of design mix. So nominal mix usually വരുന്നത് നമ്മൾ 1:5:10 പ്രൊപ്പോർഷൻ എടുക്കും, യൂഷ്വലി ഇൻ ദ കേസ് ഓഫ് M5 കോൺക്രീറ്റ്. സോ ചെറിയ സ്ട്രെങ്ത് വരുന്ന കേസസിലാണ് നമ്മൾ നോമിനൽ മിക്സ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് അപ് ടു ഗ്രേഡ് ഓഫ് M20. സോ ഇവിടെ നമ്മൾ ഈ പ്രൊപ്പോർഷൻ ഫിക്സ് ചെയ്യും. ലൈക്ക് ഫോർ 1 ബാഗ് ഓർ 1 so much of cement-ന് 1.5 ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് 3 കോഴ്സ് അഗ്രിഗേറ്റ് എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുക ചെയ്യുന്നത്. ബട്ട് എന്താ ഡിസൈൻ മിക്സ് ആകുമ്പോൾ ദ കേസ് വിൽ ബി ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. നമ്മൾ ഗ്രേഡ് ഫിക്സ് ചെയ്യും എന്നിട്ട് നമ്മൾ ബാക്കി കാൽക്കുലേഷൻസിലൂടെ ഈ പ്രൊപ്പോർഷൻസ് ഡിറ്റർമൈൻ ചെയ്ത് ഈ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ചെയ്യുന്നത്. Okay, so now design mix selling design like mix design ചെയ്യുന്ന you will understand the difference between both. പിന്നെ നമുക്ക് തിയറിയിൽ വരുന്നത് okay then
next is about what are the different factors which actually affect the design mix നമ്മൾ ചെയ്യുമ്പോൾ what are the factors which you have to consider. So in the case of design mix എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ മിക്സ് ചെയ്യുന്നത്. ആക്ച്വലി കൂടുതലും പ്രിഫറബിൾ ആയിട്ടുള്ളത് ഡിസൈൻ മിക്സ് ആണ്. വൈ? ബിക്കോസ് ഡിസൈൻ മിക്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കോഡൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈനിങ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ കൺട്രോൾ മിക്സ്. ആൻഡ് ഇവിടെ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഡിസൈൻ മിക്സ് ആക്ച്വലി നമ്മൾ ക്വാളിറ്റി കൺട്രോളിങ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഇൻഗ്രീഡിയൻസ് ഈച്ച് ഓഫ് ദി ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി ഇസ് ടെസ്റ്റഡ്. എന്നിട്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് ആ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഇൻഗ്രീഡിയൻസിനെ സെലക്ട് ചെയ്യുന്നുള്ളൂ. സോ ഹിയർ സ്റ്റാർട്ടിങ് ഫ്രം ദ ടൈപ്പ് ഓഫ് ദ സിമെന്റ്, ഏത് ടൈപ്പ് ഓഫ് സിമെന്റ് വേണം, പിന്നെ ഏത് ഫൈനസ്, ഏത് സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനെ ഓരോ വാല്യൂസും thoroughly checked. എന്നിട്ടാണ് നമ്മൾ ആ മിക്സിനെ കോൺക്രീറ്റ് മിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് കോൺക്രീറ്റ് മിക്സിലേക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദ ഡ്യൂറബിലിറ്റി കണ്ടീഷൻസ് ആർ ചെക്ഡ് ആൻഡ് ദെൻ ദ വർക്കബിലിറ്റി ഇസ് ഓൾസോ ചെക്ഡ്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഫൈനലി ഒരു ഡിസൈൻ മിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് മെത്തേഡ് ഇസ് ആക്ച്വലി മോർ പ്രിഫറബിൾ ബിക്കോസ് ഇത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഇസ് എ കൺട്രോൾ മിക്സ്. ഓക്കെ, so then coming to the next, any factors influencing the choice of mix design എന്ന് പറഞ്ഞാൽ usually നമ്മൾ okay, like I'll tell you about the code later. So നമ്മൾ generally the factors which influence the concrete mix design എന്ന് പറഞ്ഞാൽ first of all the grade of concrete. So grade തന്നിരിക്കുന്ന ഗ്രേഡിൽ പറയുന്ന ആ ഒരു compressive strength കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ whole concrete is actually designed. So the mix design completely is based on the most important factor എന്ന് പറയുന്നത് it is actually the grade of concrete. പിന്നെ the type of cement. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ പ്രൊസീജിയറിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഫസ്റ്റ് മുതലേ ചെക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, so type of the cement will നമ്മൾ different types of cement യൂസ് ചെയ്യുമ്പോൾ there are small changes, ചെറിയ വേരിയേഷൻസ് ഉണ്ട് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്സ് തന്നെ. പിന്നെ maximum nominal size of the aggregate also plays an important role. Grading of the combined aggregate. For combined, as we know, നമ്മൾ combined aggregates ആണ് നമ്മൾ usually യൂസ് ചെയ്യുന്നത്. Combined aggregates എന്ന് പറഞ്ഞാൽ well graded aggregates. So different size of aggregates are mixed together. 12.5 passing മുതൽ around 20 passing അല്ലെങ്കിൽ 40 passing ഉള്ള aggregates മുതൽ ഇങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യും. And then the maximum water cement ratio. So here water cement ratio ന് concrete mix design ഒരു important role ഉണ്ട്. So we'll come to it later. നമ്മൾ procedure discuss ചെയ്യുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ next is workability, durability as we already said. പിന്നെ quality control. So quality control, say for example നമുക്ക് already അറിയാം specific gravity of cement എന്ന് പറയുന്നത് usually നമ്മൾ according to the standards it should be സിമെന്റിന് 3 to 3.15 വരെ യൂഷ്വലി ഉണ്ടാവണം. സോ ദീസ് തിങ്സ് ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യും സ്പെസിഫിക് ഗ്രാവിറ്റി. സോ ദ ക്വാളിറ്റി ഇസ് ടോട്ടലി ചെക്ക്ഡ്. സോ ക്വാളിറ്റി കൺട്രോളിങ് പ്രോപ്പർലി ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ വാല്യൂ വാട്ട് എവർ യു ഗെറ്റ് is actually used in the concrete mix design. Okay, so these are the factors which actually influence the concrete mix design. So the first one is actually the grade of concrete. So now first grade is nothing but namukku venda strength aanu. So 20 newton per mm square strength kittanam ennulla or aim vechittana nammal actually whole concrete design cheyum. So the one of the factor which influence the choice of concrete mix design or the grade of concrete on. So it is an important factor. Why? Because grade namukku already the strength which is actually required is totally clear. So ee strength kittan venditana nammal further the target strength nammal calculate cheynathu based on this value. Okay, then നമുക്ക് usually വരുന്ന ഒരു proportion is listed here. So we'll come to it after നമ്മൾ ഒരു ഒന്ന് രണ്ട് മിക്സ് ഡിസൈൻ ചെയ്ത് ട്രൈ ചെയ്തിട്ട് we'll come back to this. Okay, so generally characteristic strength നമ്മൾ around say for example M25 grade ആണെങ്കിൽ 25 Newton per mm square ആണ് നമുക്ക് കിട്ടേണ്ട strength. And അതിന് നമ്മൾ യൂഷ്വലി ചെയ്യുമ്പോൾ പ്രൊപ്പോർഷൻ വരുന്നത് 1:1:2 ആണ്.
So അതേപോലെ like that is in the case of ordinary Portland or standard concrete. So അതേപോലെ different conditions നമുക്ക് കിട്ടുന്ന ഒരു basic proportions ഉണ്ട്. So that we'll check after we do the concrete mix design. പിന്നെ next നമ്മൾ പറഞ്ഞത് the type of cement ആണ്. So type of cement we know there are different grades, 43 or 53 grade or 33 grade ഉണ്ട്. But usually നമുക്ക് like higher strength കിട്ടാൻ വേണ്ടിയിട്ട് we usually go for 43 and 53 grade. Okay, because 33 വെച്ച് compare ചെയ്യുമ്പോൾ usually 43 and 53 grade like ചെറിയ സിമെന്റ് കണ്ടന്റ് അല്ലെങ്കിൽ സിമെന്റ് കൺസംഷൻ കുറയ്ക്കാനും പിന്നെ ഹയർ സ്ട്രെങ്ത് കിട്ടാനും ലൈക്ക് 33 and 43 is usually preferred. സോറി 43 and 53 ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം 33 ആണെങ്കിൽ ലൈക്ക് ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റിന് നമുക്ക് വേണ്ട സ്ട്രെങ്ത് കിട്ടും ലൈക്ക് വി കാൺട്ട് അഷ്യൂർ. സോ 43 or 53 grade of cement is usually preferred. So higher strength of cement is used in the concrete so that നമുക്ക് സിമെന്റിന്റെ കൺസംഷൻ കുറയ്ക്കാം. സോ നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് നമുക്ക് കോൺക്രീറ്റ് മിക്സ് ഡിസൈനിൽ വാട്ടർ സിമെന്റ് റേഷ്യോ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ആൻഡ് സിമെന്റ് കണ്ടന്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് ഫൈനലി നമ്മുടെ ടോട്ടൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തും വിച്ച് വിൽ ഹാവ് എൻ എഫക്ട് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് അതേപോലെ തന്നെ മെറ്റീരിയൽസിലും. Okay, so നമ്മൾ step by step discuss ചെയ്യുമ്പോൾ you will understand. Next is about the nominal size of aggregates. So നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു well graded aggregates is usually preferred so that നമുക്ക് workability can be improved and also it will have an effect on the strength of the final concrete. പിന്നെ വരുന്നത് like grading of the combining aggregates. So here again well graded concrete is preferred. Well graded aggregates is preferred so that ഒരു like well graded aggregates എന്ന് പറയുമ്പോൾ you already know നമ്മൾ C1 analysis ചെയ്തു കഴിയുമ്പോൾ you should get a S-shaped curve. So അങ്ങനെയുള്ള ഒരു well graded aggregates is usually preferred so that we get good strength, good bonding, good strength and good workability. പിന്നെ water cement ratio എന്ന് പറയുമ്പോൾ actually water cement ratio like plays a very important role. Why? Because water cement ratio in a direct fresh state it controls the workability of the concrete mix. So usually water cement ratio is kept as low as possible. ഏറ്റവും മിനിമം വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ലൈക്ക് യൂഷ്വലി സെലക്ട് ചെയ്യുന്നത്. വൈ? ബിക്കോസ് വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുമ്പോൾ വി ക്യാൻ ഓൾസോ ഗെറ്റ് എ ഗ്രേറ്റർ കംപ്രസീവ് സ്ട്രെങ്ത്. ഐ മീൻ വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് ലൈക്ക് ഓരോ ഡിഫറെന്റ് കണ്ടീഷൻസിന് നമുക്ക് ആസ് പെർ ദ കോഡ് ബുക്ക് തന്നെ വാട്ടർ സിമെന്റ് റേഷ്യോന്റെ വാല്യൂസ് അവൈലബിൾ ആണ്. ബട്ട് അതിൽ തന്നെ നമ്മൾ എപ്പോഴും ലോവർ വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് select ചെയ്യുന്നത്. Why? Because with the lower water cement ratio usually greater strength കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. Okay, so then workability. So workability of your concrete mix is very important. Why? Because workable ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉണ്ടാക്കി എടുത്തിട്ടുള്ള കോൺക്രീറ്റ് മിക്സിനെ നമുക്ക് മിക്സ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനും ആൻഡ് ഫൈനലി ഫിനിഷ് ചെയ്യാനും പറ്റുള്ളൂ. ആൻഡ് ഓൾസോ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിസ് മിക്സ് ഷുഡ് ബി ഫ്രീ ഫ്രം segregation and bleeding. Okay, and the last factor is about durability. Obviously നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ കോൺക്രീറ്റ് മിക്സിന് സ്ട്രെങ്ത് മാത്രമല്ല, you should make sure that you should also get a concrete which will be durable. So ഇത്രയാണ് mainly about the okay